സഹാബിയുടെ കാലത്ത് മഹാന്മാരെ വിളിച്ചു തൊടുന്ന ഒരൊറ്റ മുസ്ലിമുമില്ല. അതുകൊണ്ട് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാദ മുസ്ലിങ്ങളോട് ശിർക്കാണെന്ന് പറയേണ്ട പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത പ്രശ്നത്തിന് മസാല പറയാൻ ഞങ്ങളെ ഫുഖാക്കളെ മാതിരി അല്ലേ, ഒരാൾ മരിച്ചു എന്നിട്ട് അയാൾ തന്നെ നൊട്ടുപോയി കുളിച്ചു, ഇങ്ങനെയൊക്കെ മസാല അല്ലേ, അങ്ങനത്തെ മസാല പറയല ആ പണി എല്ലാ സഹാബികൾക്ക്. ഇത് സഹോദരങ്ങളെ കേട്ടില്ലേ? ഇപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഫാത്തിന് ശേഷം സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന വിദഅത്തുകാരോട് സ്വാഭാവികമായിട്ട് ചോദിക്കാലോ. ഇസ്തസ്കലി ഉമ്മത്തിക്ക ഫൈനഹും കത് ഹലക്കു തുടങ്ങിയിട്ട് മുത്തുനബിയോട് സഹായം ചോദിച്ച സംഭവങ്ങൾ, സ്വഹാബത്തിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ ഉണ്ട്. അത് ധാരാളമുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ വരെ സമ്മതിച്ച സംഗതികളാണ്. അതുണ്ട് എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയുന്ന സംഗതികളുമാണ്. അത് നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബി ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞോ എന്ന് അഭിവന്ദരായ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇസ്സത്തൊക്കെ ഏറ്റി കൊടുക്കട്ടെ. ഉസ്താദ് അവറുകൾ ഇത് ഈ ബിദഅത്തുകാരോട് ഒരു സംവാദ വേദിയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഈ ചങ്ങാതി കൊടുത്ത മറുപടിയാണ്, അത് സ്വഹാബത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുള്ളത് നൂറുകണക്കിന് അനുഭവങ്ങൾ കണ്ട ഉസ്താദ് ഇത് ചോദിക്കുകയാണ്. ഇത് ചോദിച്ചിട്ട് പിന്നെ സ്വഹാബത്തിന് ആരെങ്കിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞോ എന്ന ചോദ്യം. ഒരൊറ്റ സ്വഹാബി അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ, ഇങ്ങനെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഇസ്തിഹാദ സംഗതി തന്നെയല്ല, ഇല്ലാത്ത മസലക്ക് പിന്നെ ഇല്ലാത്ത സംഭവത്തിന് മസല പറയാൻ സ്വഹാബത്ത് നിങ്ങളെ ഫുഖാഹിനെ പോലെ എല്ലാവരും പരിഹസിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ന് പരിഹസിക്കുകയാണ്, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതും അത് ഒക്കെ ഉസ്താദ് മണിമണിയായിട്ടാണ് പറഞ്ഞു കൊടുത്ത് അവർ ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് ആ സംവാദത്തിൽ. അത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞതൊക്കെ മണിമണിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഇദ്ദേഹം അതിൻ്റെ ഇടയിലൂടെ സംവാദത്തിൻ്റെ വിഷയമല്ലാത്തൊരു സംഗതി നമ്മൾ ഉലമായിനും ഫുഖാഹിനൊക്കെ പരിഹസിക്കുന്നൊരു സംഗതി വന്നു. ഇല്ലാത്ത മസലക്ക് പിന്നെ ഇല്ലാത്ത കാര്യത്തിന് മസല പറയാൻ നിങ്ങളെ ഫുഖാഹിനെ പോലെയല്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞത് മയ്യത്ത് മരിക്കുക, ഇങ്ങോട്ട് സ്വന്തം പോയി കുളിക്കുക, എന്നിട്ട് ഇയാളെ വകയിട്ട് തൊട്ട് പോയി കുളിക്കുക എന്നുള്ളൊരു സംഗതി കൂടി കൂട്ടി പിന്നെ അതൊക്കെ ഇയാളെ വകയിട്ട് പരിഹസിക്കാൻ വേണ്ടി പിന്നെ ആഡ് ചെയ്തതാണ്. അങ്ങനെയുള്ള സംഗതികൾക്ക് ഉണ്ടാകൂല. അപ്പോൾ ഇവരെന്താ മതയുക്തിവാദികളാണ് എന്നതിൻ്റെ തെളിവാണ്. ഈ സംഭവം ഇങ്ങനെ നടന്നാൽ ആ മയ്യത്തിനെ പിന്നെ വേറെ ആൾ കുളിപ്പിക്കണോ, അതല്ല ആ കുളിപ്പിക്കൽ തന്നെ മതിയോ, അത് ഫുഖാഹിൻ്റെ അടിയിൽ നടന്നൊരു ചർച്ചയാണ്. അങ്ങനെ വന്നാൽ എന്തു വേണം എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണത്തിൽ നിഹായത്തുൽ സൈനിൽ വളരെ കൃത്യമായി മഹാനായ ജാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മുഹമ്മദ് ബിൻ ഉമർ നബവി ജാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിഹായത്തു സൈൻ ഫി ഇർഷാദിൽ മുബ്തദിഈൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ 146-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, തഹ്സീലിൽ മയ്യത്തി നഫ്സുഹു കറാമത്തൻ എന്ന നിലക്ക് മയ്യത്ത് സ്വന്തം നഫ്സിനെ കുളിപ്പിക്കുക എന്നൊരു സംഗതി, അതിന് മസല എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ കമാ വഖഅ മിൻ സയ്യിദി അബ്ദില്ലാഹിൽ മനൂഫി, ഇദ്ദേഹത്തിൻ്റെ പരിഹാസം എവിടെ പോയി? കമാ വഖഅ, ഇത് സംഭവിച്ചിട്ടുണ്ട്. വഫാത്തിൻ്റെ ശേഷം സ്വന്തം കുളിക്കുക എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട്. ആരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്? മിൻ സയ്യിദി അബ്ദില്ലാഹിൽ മനൂഫി, മഹാനായ അബ്ദുല്ലാഹിൽ മനൂഫി റഹ്മത്തുള്ളാഹിയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പോരാ, വമിൻ സയ്യിദി അഹ്മദ് അൽ ബദവി നഫഅനല്ലാഹു ബിഹിമാ, മഹാനായ അഹ്മദ് അൽ ബദവി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നും ഇത് സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ പിന്നെ ആണ് നമ്മൾ ഫുഖാഹ്. അപ്പോൾ ഫുഖാഹ്, മുൻകാലത്തുള്ള ഫുഖാഹ് ഇങ്ങനെ മസല പറഞ്ഞാൽ അത് ഇല്ലാത്ത മസലല്ല, ഇതുപോലെയുള്ള സംഭവിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള എല്ലാ മസ്അലകളും ഫുഖഹാവ് പറയും. ഫുഖഹാവ് ഇനി വരാൻ സാധ്യതയുള്ളതൊക്കെ, ഇംകാനുള്ളതൊക്കെ അവർ മസ്അലയിൽ പറയും. അതിനെ പരിഹസിക്കാൻ പറ്റൂല. അത് പിന്നീട് ചിലപ്പോൾ അതിവിടെ നടക്കാം, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നടക്കില്ല. എന്നിരുന്നാലും നടക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ മസല? അങ്ങനെ ഓരോ മസല, ഇഷ്ടംപോലെ മസലകൾ അങ്ങനെയുണ്ട്. അതൊക്കെ ഓരോ അവസരത്തിൽ പിന്നെ ആവശ്യം വരും. അപ്പോൾ ഏതായിരുന്നാലും ഇവർ ഈ ഫുഖാഹിനെയൊക്കെ പരിഹസിക്കുമ്പോൾ അതൊക്കെ തൗഫീഖ് കുറഞ്ഞതിൻ്റെ പേരിൽ,
അള്ളാഹുവിൻ്റെ ദീനിന് ഖിദമത്ത് ചെയ്ത അയിമത്തുൽ കിറാമിനോട് ചെയ്യേണ്ട ബഹുമാനം, അവരോട് ചെയ്യേണ്ട നസീഹത്ത് ആണല്ലോ ദീന്. അഥവാ അവരോട് ചെയ്യുന്ന നസീഹത്ത് അവർ പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവരുടെ മഹത്വം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് അവരോടുള്ള ബഹുമാനം, അവരോടുള്ള നസീഹത്ത്. അതാണ് എന്ന് ഇബ്നു ഹജറിൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്തുൽ ബാരിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ തൗഫീഖ് നഷ്ടപ്പെട്ടവരാണ് ലോകത്തുള്ള എല്ലാ പുത്തൻവാദികളും, മുജാഹിദ് തുടങ്ങി, പ്രത്യേകിച്ച് മുജാഹിദ് ഈ വിഷയത്തിൽ ഒന്നാം നമ്പറാണ്. അയിമത്തുൽ കിറാമിനെ പരിഹസിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവരെ മുസീബത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇത് സാധാരണക്കാരായ ആളുകൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പം ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, നടക്കാറുണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ ഉസ്താദുമാർക്ക് ബോധ്യപ്പെട്ടതാണ്. അവർ പറയുക, അവർ പിന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതേസമയത്ത് സാധാരണക്കാർക്ക് ഇവരുടെ കബളിപ്പിക്കൽ തിരിയില്ല. അതാണ് ഉസ്താദുമാർ ഇവരുടെ പ്രസംഗങ്ങളും ഇവരുടെ സംസാരങ്ങളൊന്നും കേട്ടു പോകരുത് എന്ന് പറയാനുള്ള കാരണം.